നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലാണ്. നിരത്തുകൾ കീഴടക്കാൻ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ആദ്യം ചേരുന്നത്. അജീഷ്, തിരുവനന്തപുരത്തെ ശോഭായാത്ര എല്ലാ കാലവും ഏറെ ജനശ്രദ്ധ നേടുന്നതാണ്. ഒരുപാട് ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവുന്നതാണ്. ഇത്തവണയും അങ്ങനെ തന്നെയല്ലേ? തിരുവനന്തപുരം പാളയം മുതൽ പഴമങ്ങാടി ക്ഷേത്രം വരെയാണ് ശോഭയാത്ര സംഘടിപ്പിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ ശോഭയാത്ര തുടങ്ങിയത്. നഗരവീഥികൾ മുഴുവനും ഉണ്ണിക്കണ്ണന്മാരെയും വലിയ കണ്ണന്മാരെയും ഗോപികമാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവരുടെ അമ്മമാർ കൊച്ചു ഉണ്ണിക്കണ്ണന്മാരെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് മൈത്തിയിൽ ചൂടിച്ച് ഓടക്കുഴലേന്തി ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഈ നഗരവഴിയിലൂടെ നടന്നു വരികയാണ്. അവരുടെ അനുഗമിച്ച് ഗോപികമാരുമുണ്ട്. അങ്ങനെ വലിയ ആൾക്കൂട്ടം തന്നെ, വലിയ ആളുകളാണ് ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. ഇതിന് ഏറ്റവും മുന്നോടിയായിട്ട് ഈ ദശരഥ കഥകളുടെ, ഈ അവതാര കഥകളുടെ ദൃശ്യ ആവിഷ്കാരങ്ങളിലൊപ്പം തന്നെ വാദ്യമേളങ്ങളൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെ ആസ്വദിച്ച് ഇരുവഴികളിലും ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിൽ അതിനെ കാണുവാനായി ഈ ഉണ്ണിക്കണ്ണന്മാരെ കണ്ട് കാണുവാനുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ ഘോഷയാത്രയാണ് തിരുവനന്തപുരത്തും പാളയത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘോഷയാത്രകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത്. ഇത് ചെറിയ കുട്ടികൾ വരെയുണ്ട്. അതായത് 1 വയസ്സുള്ള ഉണ്ണിക്കണ്ണന്മാർ മുതൽ മുതിർന്ന കുട്ടികൾ വരെയുണ്ട്. അങ്ങനെ ഈ വേദികൾ, ഈ റോഡിന്റെ ഇരുഭാഗവും, റോഡിന്റെ ഒരു പ്രധാന ഭാഗം മുഴുവനും ഉണ്ണിക്കണ്ണന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്നു. ചില കുട്ടികളോട് ആദ്യമായിട്ടാണോ ഗോപി വേഷം കിട്ടുന്നത്, കണ്ണൻ വേഷം കിട്ടുന്നത്? ഉറിയടിക്കുന്ന കുട്ടിയാണല്ലേ? ഉറിയടി എപ്പോഴും അവിടെ പഴവങ്ങാടി വെച്ചിട്ടാണോ? എന്തോ ഉറിയടിയല്ലേ? പഴവങ്ങാടി വെച്ചിട്ടാണോ? ഞാൻ ഉറിയടിക്ക് ഉള്ളതല്ലേ, ഇതിനു വേണ്ടി വന്നതാണ്. ആദ്യമായിട്ടാണോ വേഷം കിട്ടുന്നത്? അല്ലല്ല, മുന്നേ കിട്ടിയിട്ടുണ്ട്. വൈറലായ ആളാണോ? അല്ലല്ല, അതല്ല. അപ്പൊ അതേപോലെ ഈ ചില കുട്ടികളുടെ ഉറിയടി അല്ലെങ്കിൽ വേഷങ്ങളൊക്കെ ഈ പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്നതൊക്കെ ചില ഫേസ്ബുക്കിലൊക്കെ വളരെ വൈറലാവാറുണ്ട്. അത്തരത്തിൽ ചില കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളുടെ ചില ചേഷ്ടകൾ പോലും ചിലപ്പോൾ ആളുകൾ മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. അതൊക്കെ വലിയ വൈറലാവാറുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രിയാണ് ഈ ശോഭയാത്ര ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. വയനാടിൽ മരിച്ചവരുടെ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ശോഭയാത്ര തുടങ്ങിയിട്ടുള്ളത്. തിരുവനന്തപുരം ബാലഗോകുലം അവരുടെ നേതൃത്വത്തിലാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതായാലും വലിയ ആൾക്കൂട്ടം തന്നെയാണ് തിരുവനന്തപുരത്ത് ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. ഇതിന് പോലീസും കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ ഗതാഗത ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. മറ്റു ഭാഗങ്ങളിലൂടെയാണ് ഈ ഘോഷയാത്ര, മറ്റൊരു വഴികളിലൂടെയാണ് MG റോഡിൽ ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. എന്തായാലും വലിയ ആൾക്കൂട്ടം പാളയം മുതൽ ഗണപതി കോവിൽ വരെ അനുഗമിക്കുന്നുണ്ട്. വൈകിട്ട് 6 മണിയോടെ ഈ ഘോഷയാത്ര പാളയം ഗണപതി കോവിലെത്തും. അവിടെ ആരതി ഒഴിഞ്ഞ് ഈ ഘോഷയാത്ര അവസാനിക്കും. ഗോകുൽ, തിരുവനന്തപുരത്തെ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭായാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരത്ത് കീഴടക്കി അമ്പാടിക്കണ്ണന്മാരും ഗോപികമാരും, അങ്ങനെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട പുരാണ സംഭവങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ നിരത്തുകളിൽ നിറയുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് അവിടെ ഈ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്തത്. വിവിധയിടങ്ങളിലെ ശോഭായാത്രയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ അങ്ങനെ പുരാണ കഥാപാത്രങ്ങൾ നമ്മുടെ നിരത്തുകളിലൂടെ ഇങ്ങനെ നീങ്ങുന്ന ദൃശ്യങ്ങൾ, നൃത്തങ്ങളും ഇനി ഉറിയടിയുമൊക്കെയായി ക്ഷേത്രമുറ്റങ്ങളൊക്കെയും സജീവമാകുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത്. വിവിധയിടങ്ങളിലെ ശോഭായാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് കൂടി ചേരുന്നുണ്ട്. അഭിനന്ദ്, കൊച്ചിയിലും പതിവ് പോലെ എല്ലാ തവണത്തെയും പോലെ മനോഹരമായി ശോഭായാത്ര നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാലാവസ്ഥയും ഒക്കെ അനുകൂലമല്ലേ? ഇനി മറ്റ് പരിപാടികൾ, ഉറിയടി ഉൾപ്പെടെയുള്ള പരിപാടികൾ എവിടെയാണ് നടക്കുക? ഗോകുൽ, തീർച്ചയായും മനോഹരമായ ഒരു ശോഭയാത്രയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിലാകമാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയാണ് കച്ചേരിപ്പടി MG റോഡ് വഴി ജോസ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത്. ജോസ് ജംഗ്ഷനിൽ കൂടുതൽ കണ്ണന്മാരും ഗോപികമാരും കൂടി ഇതിനോട് ചേരും. അങ്ങനെ ഒരു മഹാശോഭയാത്രയായി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അവസാനിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഈ അഷ്ടമിരോഹിണി നക്ഷത്രത്തിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തന്നെ കണ്ണനും ഗോപികമാരുമാണ്. പലതരത്തിലുള്ള വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ കൊച്ചി നഗരം
കീഴടക്കിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇവിടെ തെയ്യമുണ്ട്, ഒപ്പം തന്നെ ചെണ്ടമേളം, എല്ലാത്തിന്റെയും ആഘോഷ അകമ്പടികളോടുകൂടി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കണ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ രക്ഷിതാക്കളൊക്കെ ഈ അകമ്പടിയോടുകൂടി തെയ്യത്തിന്റെയും ഒപ്പം തന്നെ ചെണ്ടയുടെ ഒക്കെ അകമ്പടിയോടുകൂടി ഈ കൊച്ചി നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എറണാകുളം മുഴുവനും ഒരു ശോഭ പരത്തിക്കൊണ്ട് എറണാകുളത്ത് അപ്പൻ ഗ്രൗണ്ടിൽ ആ മഹാശോഭയാത്ര അവസാനിപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഉണ്ണിക്കണ്ണന്മാരുടെയും രാധമാരുടെയും ഒക്കെ ദൃശ്യങ്ങളാണ്. മനോഹരമായ വേഷങ്ങളണിഞ്ഞ് ഒപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളും ഈ ഘോഷയാത്ര ഉൾപ്പെടുത്തുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് എല്ലായിടത്തും ഘോഷയാത്ര. നൃത്യങ്ങളുമായി കുട്ടികൾ അണിനിരക്കുന്നു. ഏറെ സന്തോഷം, അവർക്കും ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ കൃഷ്ണവേഷത്തിലും രാധയുടെ വേഷത്തിലും അങ്ങനെ ചരിത്ര പുരാണ വേഷങ്ങളിലൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ആ ഘോഷയാത്രയുടെ ഭാഗമാകുന്നത് ദൃശ്യങ്ങൾ കോഴിക്കോടെ കൂടി പോകുന്നുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, കോഴിക്കോട് ഈ മഹാശോഭയാത്ര എവിടെ നിന്ന് എവിടേക്കാണ് പോവുക? ഉറിയടി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ, പരിപാടികളൊക്കെ എവിടെയാണ് നടക്കുക? ഗോകുൽ, കോഴിക്കോട് നഗരത്തെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ശോഭായാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മുതൽ മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്രം വരെയാണ് ഈ ശോഭായാത്ര നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ശോഭായാത്രയായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ വിവിധയിടങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ ശോഭായാത്രകൾ ഇതിന്റെ കൂടെ ചേരും. അങ്ങനെ മഹാശോഭയാത്രയായിട്ടായിരിക്കും മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ശോഭായാത്ര അവസാനിക്കാൻ പോകുന്നത്. കോഴിക്കോട് നഗരം ഇപ്പോൾ ആകെ ഈ കണ്ണന്റെ ലീലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പട്ടുടുത്ത് മുരളികയും മയിൽപ്പീലിയുമായി കൃഷ്ണന്മാരും ഗോപികമാരും ഈ മഹാശോഭയാത്രയിൽ പങ്കെടുക്കുന്നു എന്നാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചു പൈതങ്ങൾ മുതൽ കൗമാരക്കാർ വരെ വിവിധ വേഷങ്ങളിൽ ഈ ശോഭായാത്രയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. ചില ദൃശ്യങ്ങളുണ്ട്, വാദ്യമേളങ്ങളുണ്ട്. അതിന്റെ എല്ലാം അകമ്പടിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ മഹാശോഭയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം, അതാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയെ രക്ഷിക്കാൻ, പ്രകൃതിയെ തന്നെ പൂജിക്കണം എന്നൊരു സന്ദേശമാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ഇത്തവണ ജനങ്ങളിലേക്ക് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഉരുൾപൊട്ടൽ ബാധിതർക്കായി സഹായം എത്തിക്കാൻ സമർപ്പണ ദിനിയും ഈ മഹാശോഭയാത്രയുടെ ഭാഗമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൃഷ്ണന്റെ കുറുമ്പുകൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രവീൺ ധർമ്മശാല പകർന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അല്പസമയം മുമ്പാണ് ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും ശോഭായാത്ര ആരംഭിച്ചത്. 2 മണിക്കൂറിന് ശേഷമായിരിക്കും ഈ മഹാശോഭയാത്രയായി അവസാനിക്കാൻ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, തീർച്ചയായും കുറുമ്പ് കാട്ടുന്ന കൃഷ്ണന്മാരുടെ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും വരുന്നത്. നിരത്തുകളിൽ കീഴടക്കിക്കൊണ്ട് അവരുടെ കളിച്ചിരികൾ, അവരുടെ കുസൃതികളൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് ഓരോ ഇടത്തു നിന്നും വരുന്നത്. അത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ കാലത്തെയും എന്നപോലെ മനോഹരമായ വേഷങ്ങളിൽ കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരുമായി നമ്മുടെ കുഞ്ഞുങ്ങളങ്ങനെ ഈ നിരത്തുകളിൽ ഈ ശോഭായാത്രയുടെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ചയാണ് ഈ മണിക്കൂറുകൾ വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, തൃശ്ശൂരിലെ ശോഭായാത്രയുടെ പ്രധാന കേന്ദ്രം എവിടെയാണ്? അവിടെ എങ്ങനെ പുരോഗമിക്കുന്നു ആഘോഷങ്ങൾ? ഗോകുൽ, തൃശ്ശൂരിലും വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണുള്ളത്. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ഈ ശോഭായാത്ര ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആണ് ഈ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഈ ശോഭായാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ തുളസിമാല ചാർത്തിക്കൊണ്ടായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിച്ചത്. പിന്നീട് ഈ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ചെറിയ ഭണ്ഡാരങ്ങളിൽ ഈ പണം ശേഖരിക്കുന്ന ഒരു പരിപാടി കൂടി. അതിന്റെ എല്ലാം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ബാലഗോകുലത്തിന്റെ ശോഭായാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി സുരേഷ് ഗോപി പോവുകയാണ്. നിരവധി പേരാണ് ഈ ശോഭായാത്രയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ അണിനിരന്നിരിക്കുന്നത്. തൃശ്ശൂർ നഗരമാകെ ഈ മയിൽപ്പീലി ചൂടിയ ബാല്യം ഈ തൃശ്ശൂർ നഗരത്തിന്റെ വടക്കുന്നാഥന് ചുറ്റിയുള്ള തെരുവീതികളാകെ കൈയടക്കാൻ പോവുകയാണ്. കണ്ണന്റെ ബാലലീലകളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ബാലകൗമാരങ്ങൾ തൃശ്ശൂരിന്റെ തെരുവീതികളിലേക്ക് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ
മുതൽ മുതിർന്നവർ വരെ ഈ ശോഭായാത്രയുടെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കൗതുകം. പല പല വസ്ത്രങ്ങൾ ധരിച്ച് ഈ വർണ്ണശോഭയിലെത്തുന്നവർ, വീട്ടിൽ നിന്നൊക്കെ വലിയ ആവേശത്തോടു കൂടി എത്തിയവർ, പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ ആൾക്കൂട്ടത്തെ കണ്ട് അമ്പരന്ന് ഈ കരയുന്ന കൊച്ചുകുട്ടികളുണ്ട്, പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഈ ശോഭയാത്രയിൽ അണിനിരക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പല മുഖഭാവത്തോടു കൂടി ഈ ശോഭായാത്രയെ വർണ്ണാഭമാക്കുന്ന നിരവധി പേരാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭംഗിയിൽ ഈ തൃശ്ശൂരിന്റെ തെരുവീതികളെ, തൃശ്ശൂരിന്റെ നഗരപാതയാകെ ഈ പീലിത്തിരുമുടി ചൂടിയ ബാല്യങ്ങൾ കൈയടക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ് ഗൂഗിൾ. തീർച്ചയായും അതിമനോഹരമായ കാഴ്ചയാണ് ഇത്. ദൃശ്യങ്ങളിൽ കൃഷ്ണന്റെ വേഷം മാത്രമല്ല, ഉണ്ണിക്കണ്ണന്റെ ചേഷ്ടകൾ നമ്മൾ വായിച്ചും കേട്ടിട്ടുമുള്ള കണ്ണൂരിലെ പോലെയുള്ള കുസൃതികളൊക്കെ ഇങ്ങനെ നിരത്തുകൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. അത് ദൃശ്യങ്ങൾ നിരവധി കുരുന്നുകളാണ് ഇത്തവണത്തെ ഈ ശോഭായാത്രയിൽ അത് വേഷം ഇട്ട് നമ്മുടെ ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തെ മനോഹരമാക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നുള്ള തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ തുടങ്ങി വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി. അജീഷ്, വലിയ ഫ്ലോട്ടുകൾ ഉൾപ്പെടെ ഉണ്ട്. പുരാണ ഇതിഹാസ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരം അത് കുറെ കൂടി മിഴിവേകുന്നുണ്ട് ഇന്നത്തെ ഈ ശോഭായാത്രക്കല്ലേ? ഗോകുലെ, ഈ മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനയെ വഹിച്ചുകൊണ്ട് ആ യുദ്ധസമയത്തെത്തിയ രഥം, ആ തേരിനെ ഓർമ്മിക്കുന്നതായിരുന്നു ഈ ബാലഗോകുലത്തിന്റെ ഈ ശോഭയാത്രയുടെ പ്രഥമ ഫ്ലോട്ട്. അതിനുശേഷമാണ് ഈ കുട്ടികൾ, കൃഷ്ണന്മാരും ഗോപികമാരും ഒക്കെ പിന്നാലെ അണിചേരുന്നത്. പലതരത്തിൽ വേഷത്തിൽ അണിഞ്ഞ കൃഷ്ണന്മാരും ഗോപികമാരുമാണ് ഈ തിരുവനന്തപുരത്തിൽ ഈ MG റോഡിൽ കൈയടക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ സക്ഷമേ അവിടുത്തെ കുട്ടികളും ഈ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും ഗോപിക വേഷത്തിലും കൃഷ്ണവേഷത്തിലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ശോഭയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ശോഭയാത്രയിൽ പങ്കെടുക്കാനായി ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10 സ്ഥലങ്ങളിൽ നിന്ന് ചെറു ശോഭയാത്രയായി തിരുവനന്തപുരം പാളയത്തിലെത്തിയ ശേഷം അത് വലിയൊരു മഹാശോഭയാത്രയായാണ് തിരുവനന്തപുരം പഴവങ്ങാടിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയാണ് ഇത് സമാപിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരുപാട് കുട്ടികളെ കണ്ടു. 1 വയസ്സുള്ള കുട്ടികളെ വരെ നമ്മൾ ഈ ശോഭയാത്രയിൽ കൃഷ്ണന്റെ വേഷത്തിലും ഗോപികമാരുടെ വേഷത്തിലും ഒക്കെ കണ്ടു. അവരെല്ലാം കൊണ്ടുവരുന്നത് അവരുടെ മാതാപിതാക്കളാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ചിലയിടങ്ങളിലൊക്കെ തന്നെ ഈ വലിയ ആൾക്കൂട്ടം കണ്ട് ചില കുട്ടികളൊക്കെ വിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം ആശ്വസിപ്പിച്ച് അമ്മമാരൊക്കെ ആ കൂടെയുണ്ട്. പക്ഷേ ഈ യാത്ര തുടങ്ങിയതിന് ശേഷം കുട്ടികളുടെ മുഖത്തൊക്കെ വലിയ ആശ്ചര്യമാണ്, എന്തോ ഒരു വലിയ സന്തോഷമാണ് പല കുട്ടികളുടെ ഉണ്ട്. അവരെല്ലാം ഈ വാദ്യമേളങ്ങളുടെ ഈ ശബ്ദം കേട്ട് ഒപ്പം തന്നെ പാട്ടൊക്കെ കേട്ട് സന്തോഷത്തോടെ നൃത്തം ചെയ്തും പാട്ടുപാടിയും ഒക്കെയാണ് ഈ വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളുടെയും ഒക്കെ ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൃഷ്ണവേഷം കിട്ടണമെന്നുള്ളത്. ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു. അത്തരമൊരു ആഗ്രഹം നിറവേറ്റുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് പല രാഷ്ട്രീയ മതവ്യത്യാസമന്യേ തന്നെ പലരും ഈ ശ്രീകൃഷ്ണ വേഷത്തിലും ഗോപിക വേഷത്തിലും ഇത്തരം മഹാശോഭയാത്രകളിൽ പങ്കെടുക്കുന്നത്. ആ കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കാണാനാവുന്നത്. അതാണ് ഈ ജനത്തിരക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പാളയം മുതൽ ഏതാണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരം സ്റ്റാച്യു വരെ എത്തിയിരിക്കുന്നു ഈ ശോഭയാത്ര. പക്ഷെ അപ്പോഴും ഈ ജനത്തിരക്ക് നമ്മുടെ കാഴ്ചകൾക്കപ്പുറം വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത്രയും ആൾക്കൂട്ടം ഈ റോഡിന്റെ ഒരു വശത്ത് നിറഞ്ഞ് ഒഴുകുകയാണ്. ആ ആൾക്കൂട്ടമൊക്കെയും കൃഷ്ണനെ കാണാനും കൃഷ്ണന്റെ ഭക്തിഗീതങ്ങൾ ആലപിച്ചുമൊക്കെയാണ് ഈ വഴിയിൽ കടന്നു പോകുന്നത്. കൂടുതലും മുതിർന്നവരുണ്ട്, കുട്ടികളൊക്കെയുണ്ട്. അവരെല്ലാം നിഗമിച്ച് അവരുടെ മാതാപിതാക്കളുണ്ട്. എല്ലാവരും ഒരു ഭക്തി താള ലയത്തിലൊക്കെ ഈ മാർഗത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6 മണി വരെയാണ് ഈ ഘോഷയാത്ര സമയമുള്ളത്. പോലീസ് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വഴിയിൽ കൂടി മാർഗതടസ്സമൊന്നും ഉണ്ടാക്കാതെ വാഹനങ്ങൾക്ക് പോകാനുള്ള സഹായം പോലീസ് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്തുകൂടി മാത്രമാണ് ഈ ശോഭയാത്ര പോകുന്നത്. അത് കാണാൻ ഇരു വഴികളിലുമായി ആൾക്കൂട്ടവും ധരിച്ച് കൂടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കൃഷ്ണന്മാരുടെ നൃത്തമുണ്ട്. ഏറ്റവും മുന്നിൽ ഉറിയടിയുണ്ട്. അത് ഏറ്റവും കാണേണ്ട ഒരു കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിലേക്ക്. അതായത് ഈ കൃഷ്ണന്റെ വെണ്ണ കെട്ടുന്ന കൃഷ്ണന്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ ഉറിയടി. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നിന്ന് ഉറിയടി ആഘോഷമുണ്ട്. ഇപ്പോൾ തന്നെ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ ഈ ക്ഷേത്രങ്ങളൊക്കെ തുടങ്ങി കാണും. രാത്രി മിക്ക ക്ഷേത്രങ്ങളിലും ഈ ഉറിയടി എന്നൊരു കലയുണ്ട്. അതായത് കൃഷ്ണൻ വെണ്ണ കെട്ടുന്നതിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരു ആചാരമാണ് ഉറിയടി. ആ ഉറിയടി കാണുന്നതിനായി തന്നെ ഈ നാട്ടുപുറ
തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ, അവിടുത്തെ ആളുകളെല്ലാം ഒന്നുകൂടി രാത്രിയിൽ ഉരുവടി കാണാനായി എത്താറുണ്ട്. ആ ഉരുവടി കാണേണ്ട ഒരു കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് ഈ മഹാശോഭയാത്രയിലും ഈ ഉരുവടി ഒരു പ്രത്യേക കാഴ്ചയാണ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെയൊക്കെ ശോഭായാത്രകളിലൊക്കെ കണ്ടിട്ടുള്ളത്, അതായത് ഈ കുട്ടികൾ കളിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണവേഷത്തിൽ കളിക്കുന്ന കുട്ടികളുടെ ഇവരുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. കാരണം അവരെല്ലാം കൃഷ്ണനെ സ്വയം ആവാഹിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെയാണ് എന്തായാലും തിരുവനന്തപുരത്തെ ഇന്നത്തെ ഈ ഉരുവടിയും ആ കുട്ടിയുടെ നൃത്തം തന്നെ വലിയ ഭംഗിയുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്തെ ശോഭയാത്ര ഏറ്റവും ഭംഗിയോടെ തന്നെ ഈ ബാലഗോപുരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 6 മണിയോടുകൂടി തിരുവനന്തപുരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ സമാപിക്കും. അവിടെ 6 ഒഴിഞ്ഞായിരിക്കും ഈ ശോഭയാത്ര സമാപിക്കുക. എന്തായാലും നമുക്ക് കുട്ടികളുടെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഒരു ഉറിയടി കാണാം. വെണ്ണകെട്ടത്തിന് ശ്രമിക്കുന്ന കൃഷ്ണന്റെ ആ ഉറിയടി ഒന്ന് കുറച്ചു നേരം കാണാം. തിരുവനന്തപുരത്ത് നിന്നുള്ള ഉറിയടി അതിൻ്റെ നൃത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആവേശകരമായി ആഹ്ലാദകരമായ ശോഭയാത്ര അങ്ങനെ പുരോഗമിക്കുന്നു. ഇനി കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് നിന്ന് ടോബി ചേരുന്നു. ടോബി, കോട്ടയത്തെ ശോഭയാത്രയുടെ വിശേഷങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് കോടിമതയിലാണ്. കോടിമത പള്ളിപ്പുറത്തുകാവ് ക്ഷേത്രത്തിന്റെ മുൻവശത്താണ്. ഇവിടെ നിന്നുമാണ് ഈ ശോഭായാത്ര ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്നും എല്ലാം തന്നെ ഘോഷയാത്ര, ഈ ശോഭായാത്ര ഈ സമയത്ത് ആരംഭിക്കും. അവിടെ നിന്ന് നേരെ തിരുനക്കര ടൗണിലേക്കാണ്. തിരുനക്കര ടൗണിലേക്ക് ഈ ചെറിയ ചെറിയ ശോഭായാത്രകളെല്ലാം കൂടി ഒന്നിക്കും. നമുക്ക് കാണാവുന്നതുപോലെ ഇപ്പോൾ കൊച്ചുകൃഷ്ണന്മാരും രാധമാരും എല്ലാം തന്നെ നേരത്തെ ഉച്ചയോടുകൂടി തന്നെ ഒരുങ്ങി അവർ ഇതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ശോഭായാത്ര ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള രാധമാരും കൃഷ്ണന്മാരും എല്ലാം തന്നെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ശോഭായാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇതേ സമാനമായ രീതിയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ശോഭായാത്ര നടക്കുന്നുണ്ട്. കോട്ടയം നഗരത്തിലേക്ക് സമീപത്തുള്ള അമ്പലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാം ഒരേ സമയം തന്നെ ഇതുപോലെ ശോഭായാത്ര നടക്കും. അവിടേക്ക് എല്ലാവരും കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. അങ്ങനെ തിരുനക്കര നഗരം അല്ലെങ്കിൽ ആ കോട്ടയം നഗര മധ്യത്തിൽ വലിയൊരു ശോഭായാത്രാ സംഗമം നടക്കും. എന്തായാലും മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ശോഭായാത്ര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ നൃത്തങ്ങളും അതുപോലെ തന്നെ പാട്ടുമെല്ലാമായി കൃഷ്ണന്മാരും രാധമാരും എല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഉച്ച മുതൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുരുന്നുകളെല്ലാം തന്നെ വേഷങ്ങളിട്ട് മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും ശോഭായാത്ര കോട്ടയത്തും ആരംഭിച്ചിരിക്കുന്നു. പ്രജീൻ, മിഠായി കഴിച്ചും കൂളിംഗ് ഗ്ലാസ് വെച്ചും ഒക്കെ അങ്ങനെ വ്യത്യസ്തരായ കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങളാണ്. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമൊക്കെ കൃഷ്ണന്മാരിങ്ങനെ നിരത്തിൽ കൗതുക കാഴ്ചയാവുകയാണ്. നൃത്തച്ചുവടുകളുമായി ഗോപികമാരും ആ സന്തോഷ ആനന്ദ കൗതുക കാഴ്ചകളിലേക്ക് വരാം.